പാകിസ്ഥാനെ തീർക്കാൻ താലിബാന്റെ വമ്പൻ നീക്കം പിന്തുണച്ച് ഇന്ത്യ. താലിബാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ സന്ദർശനം നടത്തുന്നു. അമിത്ഷായുമായി അതീവ നിർണായകമായ കൂടിക്കാഴ്ച. പിന്നാലെ കാശ്മീരിൽ അതീവ രഹസ്യയോഗം വിളിച്ച് അജിത് ഡോവൽ. എന്താണ് ഇന്ത്യയുടെ പുതിയ നീക്കം? പാകിസ്ഥാൻ സൈന്യത്തിലെ 2 മേജർമാരെ അടക്കം അഫ്ഗാൻ അതിർത്തിയിൽ തീർത്തു കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ദിവസം താലിബാൻ സേന. പാകിസ്ഥാന്റെ സൈനിക വാഹനത്തിന് നേരെ അതിഘോരമായ ഉഗ്ര സ്ഫോടനമാണ് താലിബാൻ പോരാളികൾ നടത്തിയത്. ഇതിലാണ് 11 പാക് സൈനികർ കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ടവരിൽ 2 മേജർമാരും ഉൾപ്പെടുന്നു. അതിന് പിന്നാലെ ഇന്ന് രാവിലെ കാബൂളിലേക്ക് പാകിസ്ഥാന്റെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നു. 2 സ്ഫോടനങ്ങൾ കാബൂളിൽ നടത്തിയിരിക്കുന്നു. പാകിസ്ഥാന്റെ വ്യോമസേനയുടെ ബോംബാക്രമണമാണ് ഇതെന്നാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. താലിബാൻ തലവൻ നൂർവാലി മെഹസൂദിനെ ലക്ഷ്യമിട്ടായിരുന്നു പാകിസ്ഥാൻ ആക്രമണം എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതേസമയം മെഹസൂദ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നുള്ള വിവരങ്ങളും കാബൂളിൽ നിന്ന് പുറത്തു വരുന്നു. ഇതിനു പിന്നാലെ പാകിസ്ഥാനെ തീർക്കാൻ ഇന്ത്യയുടെ സഹായം തേടിയിരിക്കുന്നു താലിബാൻ എന്നുള്ള വിവരം പുറത്തു വരികയാണ്. താലിബാന്റെ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുക്താഖിയാണ് ഇന്ത്യയിൽ കഴിഞ്ഞ ദിവസം എത്തിയത്. ഒരാഴ്ചത്തെ സന്ദർശനമാണിത്. 2021 അഫ്ഗാനിസ്ഥാന്റെ ഭരണം താലിബാൻ പിടിച്ചെടുത്തതിനു ശേഷം ആദ്യമായിട്ടാണ് താലിബാനിലെ ഒരു മന്ത്രി ഇന്ത്യയിൽ സന്ദർശനം നടത്തുന്നത്. അതീവ രഹസ്യമായ ചില കൂടിക്കാഴ്ചകൾ മുക്താഖി ഡൽഹിയിൽ നടത്തുന്നുണ്ട് എന്നതാണ് വിവരം. നേരത്തെ കഴിഞ്ഞ 1-2 വർഷക്കാലമായി താലിബാനും പാകിസ്ഥാനും തമ്മിൽ വലിയ യുദ്ധം നിലനിൽക്കുകയാണ്. ഇതിനിടയിൽ പലതവണ പാകിസ്ഥാന്റെ വ്യോമസേന കാബൂളിലും അതുപോലെ അഫ്ഗാനിസ്ഥാന്റെ പ്രദേശങ്ങളിലും ആക്രമണം നടത്തിയിരുന്നു. ഇതിന് തിരിച്ചടി എന്നോണം പാകിസ്ഥാന്റെ അതിർത്തി കടന്ന് 6ഓളം ഗ്രാമങ്ങൾ താലിബാൻ പിടിച്ചെടുത്ത നിലവിൽ അവിടുത്തെ ഭരണം താലിബാനാണ് നടത്തുന്നത്. ഇതിന്റെ തുടർച്ചയായിട്ടാണ് 2 ദിവസം മുമ്പ് താലിബാന്റെ ആക്രമണം പാകിസ്ഥാൻ സേനയ്ക്ക് നേരെ ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണത്തിലാണ് 11 പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടത്. ഇതിന് പിന്നാലെ പാകിസ്ഥാന്റെ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ തലവനെ തന്നെ ലക്ഷ്യമിട്ടായിരുന്നു പാകിസ്ഥാന്റെ ആക്രമണം. എന്നാൽ ആ ആക്രമണം ചീറ്റിപ്പോയി എന്നുള്ളതാണ് വിവരം. ഇപ്പോഴിതാ ഇന്ത്യയുമായി അതീവ നിർണായകമായ ചർച്ച താലിബാൻ നടത്തുന്നു. താലിബാന്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ എത്തിയിരിക്കുന്നു. പാകിസ്ഥാനെ തീർക്കാൻ ഇന്ത്യയുടെ സഹായം തേടിയിരിക്കുന്നു. നരേന്ദ്രമോദിയുടെ സഹായം തേടിയിരിക്കുന്നു. അതീവ നിർണായകമായ ഒരു കൂടിക്കാഴ്ച നടക്കുന്നു താലിബാന്റെ വിദേശകാര്യമന്ത്രിയും ഇന്ത്യയുമായി. അജിത് ഡോവലിന്റെ നിർണായകമായ നീക്കം, അജിത് ഡോവലിന്റെ നിർണായകമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. ജമ്മു കശ്മീരിൽ അതിനിർണായകമായ രഹസ്യ മീറ്റിംഗ് വിളിച്ച് അജിത് ഡോവൽ. എന്തായിരിക്കും ഡോവലിന്റെ പുതിയ തന്ത്രം? പാകിസ്ഥാനെ ഛന്ന ഭിന്നമാക്കാൻ, പാകിസ്ഥാനെ നെടുകയും കുറുകയും പിളർത്താനുള്ള ഇന്ത്യയുടെ അതീവ നിർണായകമായ നീക്കം.